ഗുരുവായൂർ ഞാൻ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അവിടെ സ്റ്റേജിലേക്ക് ഒരു അമ്മ ഓടി വരികയും എന്നെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് കുറച്ച് പേരെങ്കിലുമൊക്കെ ആ വീഡിയോസ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ അമ്മ എന്നെ കാണണം എന്ന് പറഞ്ഞിട്ടൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ അമ്മേനെ ഒന്ന് പോയി കാണാം എന്ന് വിചാരിച്ചു. എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട. അമ്മയ്ക്കൊരു ഹലോ, കുറേ കാലത്തിന് ശേഷമാണ് യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത്. പ്രോഗ്രാമൊക്കെ ചെയ്യാൻ പോകുന്ന സ്ഥലത്തൊക്കെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു ഇന്നിപ്പോൾ യൂട്യൂബ് വീഡിയോ ചെയ്യാത്തതെന്ന്. വേറൊന്നും കൊണ്ടല്ല, കുറേ പ്രോഗ്രാമിൻ്റെ തിരക്കൊക്കെ ആയിട്ട് ഒട്ടും സമയം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യാത്തത്. അപ്പോൾ ഇന്നത്തെ ഈ ട്രിപ്പ് എനിക്കൊരു പ്ലാനുണ്ട്. അതായത് ഗുരുവായൂർ ഞാൻ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അവിടെ സ്റ്റേജിലേക്ക് ഒരു അമ്മ ഓടി വരികയും എന്നെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് കുറച്ച് പേരെങ്കിലുമൊക്കെ ആ വീഡിയോസ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ അമ്മയുടെ പേര് രാധ എന്നാണ്. പുള്ളിക്കാരി കുറ്റിമുക്ക് എന്ന ഒരു സ്ഥലത്തുള്ളൊരു ക്ഷേത്രത്തിൽ ആണ് ഉള്ളത്. അപ്പോൾ അമ്മേനെ ഒന്ന് പോയി കാണാം എന്ന് വിചാരിച്ചു. കാരണം മറ്റു പല ആൾക്കാരും പോയി വീഡിയോസൊക്കെ എടുക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അതിലൊക്കെ എന്നെ കാണണം എന്ന് പറഞ്ഞിട്ടൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അപ്പോഴേ ഞാൻ കരുതിയതാണ് ഒന്ന് പോയി കാണണമെന്ന്. പക്ഷേ ഇപ്പോഴാണ് അതിനൊരു സമയവും സന്ദർഭവും ഒത്തു വന്നത്. കാരണം ഇന്നെനിക്ക് പരിപാടി കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലാണ്. ഇത് വൈകുന്നേരമാണ്. പക്ഷേ ഇതിപ്പോൾ ഞങ്ങളൊരു 7 മണിയായപ്പോൾ രാവിലെ തിരിച്ചു. അപ്പോൾ അവിടെയൊക്കെ പോയി അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് പിന്നെ പ്രോഗ്രാം സ്ഥലത്തേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാനിടല്ലോ എപ്പോഴും ചോദിക്കണം, ചേച്ചിക്ക് അന്നേ പ്രോഗ്രാം ആ അമ്മ അങ്ങനെ കയറി വന്നപ്പോൾ ചേച്ചി എന്തായിരുന്നു ചേച്ചി മനസ്സിലുള്ള? ഒന്നാമത്തെ കാര്യം, ഞാൻ ഗുരുവായൂർ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അറിഞ്ഞൂടാ ഗുരുവായൂർ മൊത്തം പ്രോഗ്രാം. ഇതിനു മുമ്പ് ഞാൻ പ്രോഗ്രാം ചെയ്യുന്നത് ഏകദേശം ഒരു 16 കൊല്ലം മുമ്പാണ്, വിവാഹത്തിന് മുമ്പാണ്. അന്നും കഴിഞ്ഞു പോയ പ്രോഗ്രാമായിരുന്നു. ഞാൻ ഭയങ്കര വേറൊരു ലോകത്ത് എത്തുന്നത്. എനിക്കറിയത്തില്ല അതെന്താണെന്ന്, എനിക്കിപ്പോഴും അറിയില്ല. ഞാനൊരു ട്രാൻസിലാണ് ഞാനവിടെ പെർഫോം ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് കളിക്കുന്ന ഐറ്റംസ് ഒന്നും ഓർമ്മയില്ല എന്നുള്ളതൊന്നുമല്ല, ഉണ്ട്. പക്ഷേ എല്ലാത്തിനും മറ്റൊരു ഫീലാണ്. എനിക്ക് അറിഞ്ഞൂടാ അതെങ്ങനെയാണ് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അത്രക്കൊരു വല്ലാത്ത ഫീലിലാണ് ഞാൻ ആ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവസാനം ഇങ്ങനെ കൃഷ്ണ എന്ന് വിളിച്ച് ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിന്റെ വിരുമ്പം എന്നുള്ള പാട്ടിൽ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശരിക്കും ആ ചേച്ചി ഓടി വന്നത്, അല്ലെങ്കിൽ ആ അമ്മ ഓടി വന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി കരഞ്ഞ് ഭഗവാനെ വിളിച്ചിങ്ങനെ കരഞ്ഞ് അഷ്ടാംഗ നമസ്കരിക്കുന്ന സമയത്താണ് വന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവര് തടയുന്നുണ്ടായിരുന്നു അവരെ, അങ്ങോട്ട് ആളെ കടത്തി വിടില്ലല്ലോ. പക്ഷെ അവര് സെക്യൂരിറ്റിയൊക്കെ തട്ടി മാറ്റിയായിരുന്നു. ഇവരുണ്ടായിരുന്നു പ്രോഗ്രാം കാണാനായിട്ട്, ലക്ഷ്മി ആര്യ. എല്ലാരും ഓഡിയൻസ് ഒക്കെ ഇങ്ങനെ വണ്ടറേ ഇപ്പൊ എന്തായിരിക്കും സംഭവിക്കുന്നത്. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മള് ഗുരുവായൂരേക്ക് പോയിട്ടേ ഇപ്പൊ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണോ മനോജ്? എന്താ കാര്യം? വഴി തെറ്റിയില്ലേ? ഞങ്ങള് പോകുന്ന വഴിക്ക് ശ്രീമു ശരവണ ഭവൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കണം പ്രത്യേകം മനോജിന്, അവിടെ നിന്ന് ദോശ കഴിക്കണം പ്രത്യേകം ഞാൻ മനോജിനോട് പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക, നമ്മളിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. അല്ല, നമുക്ക് വേറെ ഇതുപോലെ ശ്രീമു ശരവണ ഭവൻ ഓൺ ദ വേ. ആ വഴിയാണോ നമ്മൾ പോകുന്നത്? പിന്നെ അവിടെ നിന്ന് വെച്ചാൽ പോരായിരുന്നു. തൃശ്ശൂർ വരെ പോകണ്ടേന്ന് അവരെ ചേച്ചി അവരോട് രഹസ്യങ്ങൾ കൈമാറിയില്ലേ? ചെവിയിൽ പറയുന്നുണ്ടായിരുന്നു. അതെന്തുവായിരുന്നു? ഐ ലവ് യു എന്നൊക്കെയാണ് എന്നോട് വന്ന് പറഞ്ഞത്. ഇന്ന് നമുക്ക് പോകുമ്പോ ചോദിക്കാം എന്താ പറയുന്നത്. പക്ഷെ ഞാനൊരു വേറൊരു ടോട്ടലി വേറൊരു മൂടി നിൽക്കായിരുന്നല്ലോ.
അപ്പൊ നമ്മള് അവിടെ ചെല്ലുന്ന അവർക്ക് അറിയോ ഇല്ലല്ലോ? നമ്മള് അവരുമായിട്ട് ബന്ധപ്പെട്ട അവര് നിൽക്കുന്ന അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആളെ വിളിച്ച് ഇങ്ങനെ അന്വേഷിച്ചിട്ടുണ്ട്. കാരണം ആയമ്മോട് ഉണ്ടോന്ന് അറിയില്ല, പോകാൻ പറ്റില്ല. ജസ്റ്റ് അത് മാത്രം തിരക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ അവരെല്ലാവരോടും പറഞ്ഞു വെച്ചാൽ അവിടെ ചെല്ലുമ്പോ ഒരാൾക്കൂട്ടാണോ സ്വീകരിക്കാന്ന് അറിയത്തില്ല. പോയി നോക്കാം. സഞ്ചാരത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ ശ്രീമു മുരുക കഫേയിൽ ശ്രീമു ശരവണ ഭവനിൽ ഗീറോസ് കഴിക്കാൻ ഇരിക്കുകയും ദോശ എത്ര കിട്ടിയാലും തിന്നും. 3 ദോശ ഒന്നും നോക്കാണ്ട് തിന്നും. അതെ, ചില പ്രത്യേക ശ്രീമു ശരവണ ഭവനിൽ വന്നാൽ മാത്രം. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ, ഓഡിയൻസിനോടും ചെയ്യാം. ഈ ഡാൻസിന് കണ്ണെഴുതുമ്പോഴത്തേക്കും ഇത്തിരി വലുതായിട്ട് കണ്ണെഴുതുന്നതാണോ എനിക്ക് ഭംഗി എന്നുള്ളത്, അതോ ഇങ്ങനെ ഇത്ര വലുതായിട്ട് കണ്ണെഴുതാണോ അതോ ചെറുതായിട്ട് കണ്ണെഴുതാണോ ഭംഗി എന്നുള്ളതിനെ പറ്റി വളരെ കൂലങ്കശമായി ചിന്തിച്ചിട്ടുണ്ട്. ലക്ഷ്മിക്കൊന്നും പറയല്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല. ഡാൻസിന് കണ്ണെഴുതുന്നതേ കുറച്ച് വലുതായിട്ട് കണ്ണെഴുതുന്നതല്ലേ ഭംഗി? ഇങ്ങനെ പിന്നെന്താ ഞാൻ എന്താ പറഞ്ഞ, ഞാൻ നീ എന്ത് പറഞ്ഞു എന്നല്ല ചോദിച്ചത്, അത് ഇവിടെ പ്രസക്തമല്ല. മസാല ദോശ എന്നിട്ട് എന്റെ മസാല എടുത്ത് എന്നിട്ട് എന്റെ മസാല എടുത്തോണ്ട് പോവുകയും ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം എന്റെ ദോശയുടെ മസാല എടുത്തോണ്ട് എന്നിട്ട് ചേച്ചി അഡീഷണൽ മസാല തരുമോ? എനിക്ക് ഇഷ്ടമല്ല, ക്രിസ്പിനെസ് പോകും മസാല ദോശ. മസാല ഇവിടെ മസാല ദോശ വന്നു ഗൈസ്. അത് വേണം. നമ്മളിനി ഒരു 10 മിനിറ്റ് കൂടെ എത്തുമ്പോഴത്തേക്ക് ഈ അമ്പലത്തിലെത്തും. വളരെ ഇൻറ്റീരിയർ ആയിട്ടുള്ള ഒരു അമ്പലമാണ് അല്ലേ, ഗ്രാമത്തിനകത്തൂടെയാണ്. ചെറിയ ചെറിയ വഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഗൂഗിൾ വെച്ച് നമ്മളെ 100 മീറ്റേഴ്സ് കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും ഞാൻ വഴി കാണിക്കാം. നമുക്ക് ഇനി ഇത്രയും കിലോമീറ്റേഴ്സ് അല്ല ആരുടെക്കോ എന്താ പറഞ്ഞാൽ ഭയങ്കര ഇൻറ്റീരിയർ ആയിട്ടുള്ള മെയിൻ റോഡല്ല. കൊട്ടിമുക്ക് ശ്രീ മഹാദേവ ടെമ്പിൾ ആണോ? അപ്പം എന്തായാലും പോയി നോക്കാം. പിന്നെ ഓർമ്മയുണ്ട്. എന്നെ തോൽപ്പിക്കാർക്കും പറ്റില്ല. അപ്പോൾ ആള് കാട്ടാള വേഷത്തിൽ വന്നിട്ട് അർജുനെ തോൽപ്പിക്കുകയാണ്. തോൽപ്പിക്കില്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ പശുശാസ്ത്രം കൊടുക്കുകയാണ്. അർജുൻ വില്ലാളി വീരനായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതാണ് ഏറ്റവും വലിയ ഇവിടുത്തെ ഒരു വഴിപാട്. ജലധാരയാണ് ഏറ്റവും വലിയ വഴിപാട്. 10 ദിവസമാണ് ഉത്സവം. ജലധാര ഇപ്പൊ എന്താ ഇത്ര കുടം? 1000 കുടം. 1000 കുടം ജലധാര.
ഇവിടെ ഉണ്ടോന്ന് ഞാൻ ആലോചിക്കാം. തുമ്പപ്പൂക്ക് ഇപ്പൊ പറമ്പിലില്ല. ഇത് വെക്കാം നമുക്ക് പ്രോഗ്രാമിൽ. അതില് കണ്ടതിന് പിന്നെ രൂപം തന്നെ മാറിണ്ടാവും. കുട്ടിക്ക് മനസ്സിലാവുണ്ടാവില്ല. മനസ്സിലായോ? എവിടെ മനസ്സിലാവാനോ? മനസ്സിലായോ? ആണോ? എന്നെ പോലെ ഉണ്ടോ ഏകദേശം കുറച്ചൊക്കെ? പാട്ടൊക്കെ നല്ലോണം ഡാൻസ് കളിക്കും. എന്താ കുഞ്ഞിന്റെ പേരെന്താടാ? ചമച്ചക്കൊടു എന്ന് പറഞ്ഞ എന്താ? ടീസ്പൂൺ തരൂ. ഓ ചമച്ച. ആ ഹിന്ദി അല്ല ചമച്ച. വന്നല്ലേ തിരുമേനി സമാധാനമില്ലേ? എനിക്കല്ല രാധേച്ചിക്കല്ലേ സമാധാനം. എവിടെ വീട്? എന്റെ വീട് മുതുകുളത്താണ്, ആലപ്പുഴ ജില്ലയിൽ. പിന്നെ വീട്ടു പേരെന്താ? നന്ദനം. അവിടെ നിന്ന് ആദ്യം തൊട്ട് അവസാനം വരെ ഞാൻ എൻ്റെ മേത്ത് നനയാൻ ചേർത്തം വന്നു. അപ്പം ഞാൻ ഏറ്റു. നനയാൻ ചേർത്തനെ കണ്ടില്ല. അത് വന്നപ്പം ഞാൻ ഏറ്റു. അപ്പം ആ ചേച്ചി എന്നെ പിടിച്ചു. ആനയല്ലേ ഇത്? അതുകൊണ്ട് പേരെന്താ? ആന ഉള്ള ആളല്ലേ, പിന്നെ അങ്ങനെ പറയണ്ടേ അല്ലേ? എവിടെയാണ് താമസിക്കണേ? അയ്യോ അങ്ങനെ ഇറങ്ങി കുറച്ച് ആൾക്കാർ പരിചയപ്പെടുത്താൻ പറഞ്ഞോ? വരൂ, പരിചയപ്പെടാം. സെക്യൂരിറ്റി ഇവിടെ ഒന്നും തൊഴു. എന്റെ കാണാനല്ലോ ഭഗവാനാണ്. അന്നേ കുട്ടിക്ക് വയ്യണ്ട ഇതില്ല. അമ്മന്റെ പ്രേമകുമാറിന്റെ പേര്. പരിചയപ്പെട്ടു ഞാൻ. പ്രസിഡന്റിന്റെ പേര് ഞാൻ വിദ്യ. അത് എല്ലാവരും ഭഗവാൻ വേണോ? കഴിഞ്ഞിട്ട് വേണ്ട. ഒരു പിറന്നാളാണ്. മാഡത്തിന് ആള് കഴിച്ചോ കേട്ടോ? എന്റെ കുഞ്ഞ് കഴിച്ചോ? ഞാൻ കഴിക്കില്ല. അപ്പൊ ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ മഹാദേവനെ ഉണ്ണിയെടുത്ത് കൊടുക്കും. ഞങ്ങളുടെ മഹാദേവനെ ഞാൻ രാധേച്ചിനെ മാത്രം കാണാൻ വന്നതാ. മഹാഗണപതി ക്ഷേത്ര കക്കാട്. ഒരു വിഷു കഴിഞ്ഞിട്ടാണ് കേട്ടോ. എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട. അമ്മയ്ക്കൊരു ചേച്ചി അവരെന്തോ തന്ന സാധനം? ഇത് നമുക്ക് 3 പേർക്കും തന്നിട്ടുണ്ട്. വേണ്ട 1 2 എന്താ ഇത്? 3. ഇത് വിഷുക്കൈനീട്ടത്തിന് തിരുമേനി അവിടുന്ന് കൊടുക്കുന്നതാണ്. അപ്പൊ കോയിനായിരിക്കും ചിലപ്പം വിഷുക്കൈനീട്ടത്തിന്. ആ 10 രൂപ. നല്ല രസമുണ്ടല്ലേ? ആദ്യത്തെ വിഷുക്കാനായിട്ടാണ് ഈ വർഷം. എന്റെ വിഷുക്കൈനീട്ടം അമ്പലത്തിൽ നിന്നാണല്ലോ കൊല്ലം. ഈ കൊല്ലം നിങ്ങൾക്കും ഒക്കെ വിഷുക്കൈനീട്ടം കിട്ടി. ഗംഭീര വർഷം ആവട്ടെ എല്ലാവർക്കും. എന്തായാലും അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ അമ്മയുടെ അടുത്ത് വേറെ ആൾക്കാർ പോയി
വീഡിയോ ഒക്കെ എടുത്തത് കൊണ്ടാണ് ശരിക്കും അല്ലേ രാധ ചേച്ചി ആ കുറ്റിമുക്കുകാരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം എന്തായാലും പോയി ചേച്ചിയെ കണ്ടു. നല്ലൊരു അമ്പലത്തിൽ തൊഴുതു. നല്ലൊരു ഫീലാണ്. എല്ലാവർക്കും എന്താ പറയുക, രാധ ചേച്ചിക്ക് എല്ലാ നല്ലതും വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കെന്തോ ആ ഒരു മൊമെന്റിൽ രാധ ചേച്ചി എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഭഗവാൻ എന്നോട് പറയാനെന്തോ ആഗ്രഹിച്ചത് അങ്ങനെ ആ ചേച്ചിയിലൂടെ പറഞ്ഞ പോലെയാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. ആൾക്കാരെ ഏത് തരത്തിലൊക്കെ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് അത്ര വലിയൊരു അനുഗ്രഹം കിട്ടിയൊരു ഫീലായിരുന്നു മനസ്സിൽ. എൻ്റെ നൃത്തത്തിന് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് എനിക്ക് ആ മൊമെൻറ്റ് തോന്നിയത്. ആ മൊമെൻറ്റ് എനിക്ക് സമ്മാനിച്ചത് എൻ്റെ ഗുരുവായൂരപ്പനാണ്. അപ്പം ആ ഗുരുവായൂരപ്പനോടുള്ളൊരു നന്ദിയൊക്കെ പറയുന്നതൊന്നും പോരാ, എന്നാലും അത് മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ വ്ളോഗല്ലേ ഇന്നത്തെ ഈ ചെറിയ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു.